അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന നമ്മുടെ മീൻ മുളകിട്ട കറിയില്ലേ, ആ ഒരു തരത്തിലുള്ള ഒരു മീൻ മുളകിട്ട കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീനിൻ്റെ തലയും 2 വാലിൻ്റെ കഷ്ണവും 2 കഷ്ണങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയിലേ ചാളേ നെയ്മീനോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ മീഡിയം സൈസ് സവോളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നല്ല തണവായതുകൊണ്ട് വെളിച്ചെണ്ണ ഇതിൽ കട്ടിയായിട്ടായിരിക്കുന്നത്. അത് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ മസാല ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഉലുവിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവിട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം 4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അപ്പം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ, നല്ലൊരു റെഡ് കളർ കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ടതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഈ തക്കാളിയുടെയൊക്കെ ഈ പേസ്റ്റില്ലേ ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴറ്റി ശരിക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നെയ്യൊന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും, കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഈ ശരിക്കും ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നല്ലോണം വറ്റി നല്ല തിക്കായിട്ട് വരും ഇത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എന്നാലേ ശരിക്കും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ വഴറ്റി ഇത് വറ്റി വന്നിട്ടുണ്ട്, നെയ്യൊക്കെ ഒന്ന് സൈഡിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2ആയി ഒന്ന് പൊളിച്ചതാണ് കേട്ടോ, അതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം, എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അരച്ചുകൊണ്ട് തന്നെ കറി നല്ല തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല തിക്കുണ്ട് കണ്ടല്ലേ, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള കുടംപുളിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ആ പുളി നിങ്ങളുടെ കയ്യിലുള്ള പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് വേവുന്ന മീനാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മീനിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നല്ല നെയ്യും ഉണ്ട്, മീൻ കഴുകുമ്പോൾ തന്നെ മീനിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ നല്ല നെയ്യും ഉണ്ട് മീൻ. അപ്പം നല്ല നെയ്യുള്ള മത്തിയും അതുപോലെ നെയ്മീനൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ടൈലൊക്കെ ഉണ്ടാക്കാം, ഇതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കണം. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണയും പിന്നെ മീനിൻ്റെ നെയ്യൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പതുക്കെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട്, അധികം സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കറി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്, മീൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവുന്ന മീനാണ്, അതുകൊണ്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട് മീൻ. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട മുകളിൽ നല്ല നെയ്യ് തെളിഞ്ഞിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, അതും പിന്നെ മീനിൻ്റെ നെയ്യും കൂടി ആ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, ചോറിനും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്